ഗുഡ് മോർണിംഗ് ഗായ്സ്. ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ പേരൻറ്റിങ് നന്നായിട്ട് പഠിച്ചില്ലെങ്കിൽ പറ്റുന്ന പ്രശ്നങ്ങളാണ്. പേരൻറ്റിങ് പഠിക്കേണ്ട ഒരു കാര്യമല്ല. നമ്മളൊരു സൂപ്പർ മാർക്കറ്റിൽ പോകുമ്പോൾ നമ്മുടെ മക്കളുണ്ടെന്നുണ്ടെങ്കിൽ അവർ പറയും എനിക്കൊരു കാറ് ഉണ്ട്, അപ്പോൾ കാറ് വാങ്ങണമെന്ന് പറയും. അപ്പം നമ്മൾ വിചാരിക്കും വാങ്ങണില്ല. അപ്പോൾ കുട്ടി കരയാൻ തുടങ്ങും. കരഞ്ഞു കഴിയുമ്പം കരഞ്ഞ് ഇനി ഇത്ര കരച്ചിൽ കൂടണ്ടല്ലോ എന്ന് ഓർത്തിട്ട് ഇച്ചിരി ആശ്വസിപ്പിക്കും. നിലത്ത് കിടന്ന് കരയും. അപ്പം നിലത്ത് കിടന്ന് കരയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കും നാണക്കേടല്ലേ, നമ്മൾ ഇച്ചിരി ഷൗട്ട് ചെയ്ത് ഫൈറ്റ് ചെയ്ത് എല്ലാം കഴിഞ്ഞിട്ട് ആ കുട്ടിക്ക് ടോയ് വാങ്ങിക്കൊടുക്കും. അപ്പോൾ ആ ടോയ് വാങ്ങിക്കൊടുത്ത ആ കുട്ടി അത് കഴിഞ്ഞിട്ട് വീട്ടിൽ പോകും. അടുത്ത പ്രാവശ്യം സൂപ്പർ മാർക്കറ്റിൽ പോകുമ്പോൾ ഈ സെയിം കാറുകളും വണ്ടികളും ഒക്കെ ഉണ്ടെങ്കിലും അവൻ പിന്നെയും വേറൊരെണ്ണം എടുക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഓക്കെ എന്നാൽ വീട്ടിലെ കാറുണ്ടല്ലോ എന്ന് വിചാരിക്കുക. അപ്പോൾ അവൻ ആദ്യം തന്നെ കരയും, പിന്നെ നിലത്ത് കിടന്നുരുളും, പിന്നെ ഇതാവും. ഇങ്ങനെ കഴിയുമ്പോൾ നമ്മൾ തന്നെ നാണക്കേട് വേണ്ടല്ലോ എന്ന് വെച്ച് വാങ്ങിക്കൊടുക്കും. ഇങ്ങനെ പല പ്രാവശ്യം കുട്ടികൾക്ക് വാങ്ങിക്കൊടുക്കുമ്പോൾ അവരുടെ മൈൻഡിൽ അത് രജിസ്റ്റേർഡ് ആകും. ഇങ്ങനെ കരഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ടോയ് കിട്ടും എന്നുള്ളത്. അപ്പം ഇതിന് പകരം നമ്മൾ ചെയ്യേണ്ടത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ടോയ് വാങ്ങി കൊടുക്കാതെ നമ്മൾ ആ കുട്ടി കരയുവാണെങ്കിൽ കരഞ്ഞ് അവൻ്റെ ഇമോഷനൊക്കെ കഴിയണോടം വരെ വീട് വെയിറ്റ് ചെയ്ത് സമാധാനിപ്പിച്ച് വീട്ടിൽ കൊണ്ടുപോകുക. അപ്പോൾ അവരങ്ങനെ വാശി പിടിച്ചാലും കിട്ടുകാലെന്ന് പറയുമ്പോൾ അവരുടെ വാശി പിടുത്തം കുറയും. ഇത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയാൽ നമ്മൾക്കിങ്ങനെ അൺനെസസറി ആയിട്ടുള്ള വാശികളും ദേഷ്യങ്ങളും ഒക്കെ അവർ ചെയ്താൽ പോലും അവർക്ക് കിട്ടില്ല എന്ന് മനസ്സിലാകും. നമ്മൾ വാങ്ങിക്കൊടുക്കേണ്ട സമയത്ത് മാത്രം വാങ്ങിക്കൊടുക്കുക. താങ്ക് യു.